Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എൻഡോഴ്സ്മെന്റ്. ഫസ്റ്റ് മീനിങ് ഓഫ് എൻഡോഴ്സ്മെന്റ് ആണ് നോക്കുന്നത്. Endorsement is the act of signing a negotiable instrument by maker or endorser for the purpose of negotiation. Negotiation means transfer ആണ്. മീൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്യാം. മേക്കർ അല്ലെങ്കിൽ എൻഡോസർ സൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് എൻഡോഴ്സ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ എക്സിൻ്റെ കയ്യിലുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ വേറെ ഏതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റോ വൈക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മുകളിൽ സൈൻ ചെയ്യുകയും അത് വൈക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പം നെഗോഷിയേഷന് വേണ്ടിയിട്ട് എൻഡോസർ അല്ലെങ്കിൽ മേക്കർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ സൈൻ ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് എൻഡോഴ്സ്മെൻറ്റ്. The person who signs the instrument for the purpose of negotiation is called endorser. മീൻസ് ഡ്രോയർ അല്ലെങ്കിൽ എൻഡോസർ എന്ന് പറയുന്നത് ആരാണോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിന് മുകളിൽ സൈൻ ചെയ്യുന്നത് അദ്ദേഹമാണ്. നെക്സ്റ്റ് ദ പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോസ്ഡ് ഈസ് കോൾഡ് എൻഡോസി. നെക്സ്റ്റ് ഇനി ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു സൈൻ നടത്തിയിട്ടുള്ളത്, ആരിലേക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു സൈനിങ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നതാണ് എൻഡോസി. മീൻസ് എക്സ് വൈയുടെ മുകളിൽ എക്സിൻ്റെ കയ്യിലുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എക്സ് അതിൽ സൈൻ ചെയ്യും. സൈൻ ചെയ്യുന്ന സമയത്ത് എക്സ് അതിൻ്റെ എൻഡോസർ ആയിരിക്കും. ഇനി സൈൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? വൈക്ക് അത് നെഗോഷിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം വൈയെ നമ്മൾ എൻഡോസി എന്ന് വിളിക്കും. The endorser may sign either the face or on the back of the negotiable instrument. Generally it is made on the back. അപ്പോൾ എൻഡോസർ സൈൻ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് മീൻസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫേസിലാവാം അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ചെയ്യാം. പക്ഷെ ജനറലി എന്താണ്, ബാക്ക് സൈഡിലാണ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആണ്. ഏതൊക്കെ രീതിയിലുള്ള എൻഡോഴ്സ്മെൻറ്റ് ആണുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ഇൻ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ദ എൻഡോസർ സൈൻസ് ദി ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് സ്പെസിഫൈയിങ് ദ നെയിം ഓഫ് ദ പേയി. ഇൻ ദിസ് കേസ് ഇറ്റ് ബിക്കംസ് പേയബിൾ ടു ബിയറർ. ഇപ്പോൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എൻഡോസർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്യാണ്. സൈൻ ചെയ്യുന്ന സമയത്ത് പേയി ആരാണ്, മീൻസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് എൻഡോസ് ചെയ്തിട്ടുള്ള കാര്യം എഴുതുന്നില്ല. ഇപ്പോൾ പേയുടെ നെയിം എഴുതിയിട്ടില്ലെങ്കിൽ അത്തരം എൻഡോഴ്സ്മെൻറ്റ് വിളിക്കുന്നതാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് കേസിൽ പേയുടെ പേര് പ്രസൻറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് ബിയറർക്ക് പേയബിൾ ആണ്. മീൻസ് ആരാണോ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യുന്നത് അയാൾക്ക് പേയബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും പിന്നീട് അത് മാറുന്നത്. അപ്പോൾ ഇതാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. Next one, special endorsement or full endorsement. Means in special endorsement the endorser put his sign and writes the name of the person whom will receive the payment. മീൻസ് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റിൽ എൻഡോസർ സൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു എൻഡോഴ്സ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ ഒരു എൻഡോഴ്സ്മെൻറ്റിലൂടെ എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള ആൾ, അയാളുടെ പേരും കൂടി എഴുതും. അങ്ങനെയാണെങ്കിൽ അതിനെ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ എന്താണ്? എൻഡോഴ്സ്മെൻറ്റ് വിത്ത് വേർഡ്സ് പേ ടു ശ്യാം ഓർ ഹിസ് ഓർഡർ. അപ്പോൾ ഇതിൽ പേ ചെയ്യാൻ പറയുന്നത് ശ്യാമിന് പേ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എൻഡോഴ്സ്മെൻറ്റ് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റിന് എക്സാമ്പിളാണ്. ഇവിടെ ശ്യാമിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആർക്കാണ് ആ എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻ്റ് ആണ്. അപ്പം നെയിം ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇനി നെയിം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്, അതിന് വേറൊരു പേരാണ് ഫുൾ എൻഡോഴ്സ്മെൻറ്റ്. Next one, partial endorsement. Endorsement which allows transferring to the endorsee a part only of the amount payable on this instrument. It is not valid as per Negotiable Instrument Act. Means partial endorsement എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു 1 lakh rupeesൻ്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു 1 lakh മുഴുവനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാതെ അതിൻ്റെ ഒരു പാർട്ട് ഓഫ് എമൗണ്ട് മാത്രം മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് വിച്ച് അലൗസ് ട്രാൻസ്ഫറിങ് ടു ദി എൻഡോസി എ പാർട്ട് ഓൺലി ഓഫ് ദി എമൗണ്ട് പേയബിൾ. ഒരു പാർട്ട് മാത്രമാണ് എമൗണ്ട് പേയബിൾ ആയിട്ടുള്ളതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എൻഡോസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരം എൻഡോഴ്സ്മെൻറ്റ് പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ വാലിഡ് അല്ല. നെക്സ്റ്റ് വൺ, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. മീൻസ് എൻഡോഴ്സ്മെൻറ്റ് വിച്ച് റെസ്ട്രിക്ട് ദ ഫർദർ നെഗോഷിയേഷൻ ഇസ് കോൾഡ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. മീൻസ് ഇവിടെ എൻഡോസർ ഒരു എൻഡോസിക്ക്
എൻഡോഴ്സ്മെന്റ് നടത്തുന്നു. പക്ഷേ ഫർദർ പിന്നീട് ഈ എൻഡോസിക്ക് വേറെ ആളിലേക്ക് ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം എൻഡോഴ്സ്മെന്റിനെ നമുക്ക് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് വിളിക്കാം. അപ്പോൾ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റിന്റെ കേസിൽ ഫർദർ നെഗോഷിയേഷൻ പോസിബിൾ അല്ല. ഇൻ ദിസ് കേസ് എൻഡോസി കൻ ഒബ്റ്റെയിൻ പേയ്മെന്റ് ബട്ട് കനോട്ട് എൻഡോസ് ഫർദർ. ഇവിടെ എൻഡോസിക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ മുകളിലുള്ള ക്യാഷ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അയാൾക്ക് വേറെ ആരിലേക്കെങ്കിലും അത് എൻഡോസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ എന്താണ്? എൻഡോസ്മെന്റ് വിത്ത് എ ബേർഡ്, പേ ടു ശ്യാം ഓൺലി. അപ്പോൾ ശ്യാമിന്റെ മാത്രം പേ ചെയ്യുക. അപ്പോൾ നേരത്തെ എന്തായാലും ഓൺ ഓർഡർ എന്നുണ്ടായിരുന്നു, അയാളുടെ ഓർഡർ പ്രകാരം വേറെ ആർക്കും വേണമെങ്കിൽ പേയ്മെന്റ് നടത്താം. ഇവിടെ എന്താണ്? ശ്യാമിന് മാത്രമേ പേയ്മെന്റ് നടത്താൻ പാടുള്ളൂ. അത് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ് ആണ്. കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് സ്പെസിഫൈ ദ കണ്ടീഷൻ അണ്ടർ വിത്ത് ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ ട്രാൻസ്ഫേർഡ് ഓർ പെയ്ഡ്. അപ്പോൾ കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റിൽ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കും. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എമൗണ്ട് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്താണ്? പേ ടു ശ്യാം ഓൺലി ഓൺ ദി കംപ്ലീഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ശ്യാമിന് പേ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ കണ്ടീഷൻ കൂടെ വെച്ച് എൻഡോഴ്സ്മെന്റ് നടത്തുവാണെങ്കിൽ അത് കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ sans resource endorsement means without recourse. Means an endorsement that says that the endorser does not want to incur any liability if the endorsement is not honored. Means endorsementൽ endorser ഈ ഒരു ഇൻസ്ട്രുമെന്റ് ബൗൺസ് ആവുക അല്ലെങ്കിൽ ഡിസോണർ ആവുന്ന സമയത്ത് അതിനുശേഷം വരുന്ന ഒരു ലയബിലിറ്റിയും ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻഡോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ sans resource endorsement എന്ന് പറയും. Means an endorsement that says that the endorser does not want to incur any liability if the document is not honored. ഡോക്യുമെന്റ് ഹോണർ ആയിട്ടില്ലെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന ഒരു ലയബിലിറ്റിയും എൻഡോസർ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻഡോഴ്സ്മെന്റ് നടത്തുവാണെങ്കിൽ അത് sans resource endorsement. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റ് ആണ്. ഇപ്പോൾ റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റ് റെഫേഴ്സ് ടു ദി ഫുൾഫിൽമെന്റ് ഓഫ് ഓൾ കണ്ടീഷൻ ഓഫ് എ വാലിഡ് എൻഡോഴ്സ്മെന്റ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു എൻഡോഴ്സ്മെന്റ് നടത്തണമെങ്കിൽ അതിനൊരുപാട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ടാവും. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റ് എന്ന് വിളിക്കുന്നത്. ദ എൻഡോഴ്സ്മെന്റ് മസ്റ്റ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി റെലവൻറ്റ് ആക്ട്. അപ്പോൾ റെലവൻറ്റ് ആയിട്ടുള്ള ആക്ട് പ്രകാരമാണ് എൻഡോഴ്സ്മെന്റ് ചെയ്യേണ്ടത്. എ പേയിങ് ബാങ്കർ മസ്റ്റ് എൻഷുർ ദ റെഗുലാരിറ്റി ഓഫ് ദി ഇൻസ്ട്രുമെന്റ് and the endorsement when it is presented for payment. ഇനി പേയിങ് ബാങ്കറിന്റെ മുമ്പിൽ ഒരു എൻഡോസ് ചെയ്തിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, ബാങ്കറുടെ ഡ്യൂട്ടിയാണ് ആ ഒരു എൻഡോഴ്സ്മെന്റ് വളരെ റെഗുലർ ആയിട്ടാണോ ചെയ്തിട്ടുള്ളത്, റെഗുലാരിറ്റി ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് ബാങ്കറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റ് മീൻസ് എന്താണ്? ഫുൾഫിൽമെന്റ് ഓഫ് ഓൾ കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് എൻഡോഴ്സ്മെന്റ് ആണ്. ഒരു വാലിഡ് ആയിട്ടുള്ള എൻഡോഴ്സ്മെന്റിന് വേണ്ടിയുള്ള കണ്ടീഷൻസിനെ ഫുൾഫിൽ ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻഡോഴ്സ്മെന്റ് റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ റെഗുലാരിറ്റിക്ക് ആയിട്ട് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, എൻഡോഴ്സ്മെന്റ് മേ ബി ഓൺ ദ ഫേസ് ഓർ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഓർ ഓൺ എ സെപ്പറേറ്റ് പേപ്പർ അറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പോൾ എൻഡോഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഫേസിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ചെയ്യുക. ഇനി ബാക്ക് സൈഡിലും ഫേസിലും പ്ലേസ് ഇല്ല അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് പേപ്പർ അറ്റാച്ച് ചെയ്തതിനു ശേഷം എൻഡോഴ്സ്മെന്റ് നടത്താം. അതൊരു condition ആണ്. Second one, endorsement must be done by the maker or holder of the instrument. The stranger cannot endorse the endorsement. Endorse an instrument. Means endorsement ചെയ്യുന്നത് മേക്കർ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ മേക്കറോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എൻഡോഴ്സ്മെന്റ് ടൈമിൽ അത് ആരുടെ കയ്യിലാണോ ഹോൾഡ് ചെയ്തേക്കുന്ന അയാളോ ആയിരിക്കണം. മീൻസ് കളഞ്ഞു കിട്ടുന്ന ഒരു സ്ട്രേഞ്ചർക്കോ അല്ലെങ്കിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്ട്രേഞ്ചർക്കോ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എൻഡോഴ്സ്മെന്റ് ചെയ്യേണ്ടത് മേക്കർ ഓർ ഹോൾഡർ ആണ്. നെക്സ്റ്റ് വൺ, നെഗോഷിയേഷൻ ബൈ എൻഡോഴ്സ്മെന്റ് മസ്റ്റ് ബി ഓഫ് ദ എൻറ്റയർ ഇൻസ്ട്രുമെന്റ്. പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് ഈസ് നോട്ട് വാലിഡ് ഇൻ ഇന്ത്യ. ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിൽ പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് വാലിഡ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെഗോഷിയേഷൻ ചെയ്യേണ്ടത് എൻറ്റയർ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. മൊത്തം ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിന്റെ ഫുൾ വാല്യൂവിനും വേണം നെഗോഷിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് എൻഡോഴ്സ്മെന്റ് നടത്തുന്നത് എൻറ്റയർ ഇൻസ്ട്രുമെന്റിന്റെ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, പേയി
or endorsee or his authorized agent must sign on the endorsement. എൻഡോഴ്സ്മെന്റിൽ ഡ്രോയർ സൈൻ ചെയ്യണം അല്ലെങ്കിൽ എൻഡോസർ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് എൻഡോസി അല്ലെങ്കിൽ പേ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജന്റ്, അവരുടെ ഓതറൈസ്ഡ് ഏജന്റ് ആയിട്ട് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും എൻഡോഴ്സ്മെന്റിൽ സൈൻ ചെയ്തിരിക്കണം. Next one, spelling of the name of both endorser and endorsee that appear on the instrument must be correct. Means നമ്മൾ ആരാണോ എൻഡോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ എൻഡോസി ആയിട്ടുള്ളത് ആ ആളുടെ രണ്ടുപേരുടെയും പേര് കറക്റ്റ് ആയിട്ട് തന്നെ ഇൻസ്ട്രുമെന്റിൽ മെൻഷൻ ചെയ്യണം. The name of the firm must be correct if the endorsement is in the name of the firm or company. നെക്സ്റ്റ് ഇനി എല്ലാ ടൈമിലും എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആയിരിക്കണം എന്നില്ല, അത് ഫേമോ കമ്പനിയോ ആയിരിക്കാം. അപ്പം ഫേം ആണെങ്കിലും കമ്പനി ആണെങ്കിലും അവരുടെ പേരും ആരാണ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഫേമിന്റെ പേര് അത് കറക്റ്റ് ആയിട്ട് എൻഡോഴ്സ്മെന്റിൽ വരണം. നെക്സ്റ്റ് വൺ, ഓൾ പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ലൈക്ക് എന്താണ് മിസ്റ്റർ, ഡോക്ടർ എക്സെട്ര ഷുഡ് ബി ഡ്രോപ്ഡ് വൈൽ എൻഡോസിങ് ആൻ ഇൻസ്ട്രുമെന്റ്. അപ്പം ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ചില ആളുടെ മുമ്പിൽ നമ്മൾ മിസ്റ്റർ എന്ന് ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ എന്ന് ചേർക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രിഫിക്സും സഫിക്സുകളും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം ആ ഒരു ഇൻസ്ട്രുമെന്റ് എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ദ എൻഡോഴ്സ്മെന്റ് മസ്റ്റ് ബി ഡൺ in ink. Any endorsement done in pencil or rubber stamp is considered to be invalid. അപ്പോൾ എൻഡോഴ്സ്മെന്റ് ചെയ്യേണ്ടത് ഇങ്ക് ഉപയോഗിച്ചായിരിക്കണം, ഇങ്ക് പെൻ ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം എൻഡോഴ്സ്മെന്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും പെൻസിലോ അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പ്സ് പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എൻഡോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറുന്നതാണ്. നെക്സ്റ്റ് വൺ, an illiterate person has to endorse an instrument by putting his left hand thumb impression. ഇനി എൻഡോസ് ചെയ്യുന്നത് ഒരു ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ആണ്, മീൻസ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത ആളാണെങ്കിൽ അയാളുടെ ഇൻസ്ട്രുമെന്റിൽ എൻഡോസ് ചെയ്യണമെങ്കിൽ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആവശ്യമാണ്. ലാസ്റ്റ് കണ്ടീഷൻ ആണ് എൻഡോഴ്സ്മെന്റ് ഈസ് കംപ്ലീറ്റഡ് ഓൺലി ഓൺ ദി ഡെലിവറി ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഇനി ഇതൊക്കെ ചെയ്ത് കറക്റ്റ് ആണെങ്കിലും ഈ എൻഡോഴ്സ്മെന്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ ഒരു എൻഡോസ് ചെയ്ത എൻഡോസർ എൻഡോസിക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റിനെ ഡെലിവർ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് കണ്ടീഷൻസ് ഫോർ റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റിന് വരുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഇതൊക്കെ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ, ഈ ജനറൽ റൂൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻഡോഴ്സ്മെന്റ് റെഗുലർ ആണെന്ന് പറയാം. അപ്പോൾ റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെന്റ് എസെൻഷ്യൽ ആണെന്നുള്ള കാര്യം. നെക്സ്റ്റ് ടോപ്പിക്, ലയബിലിറ്റീസ് ഓഫ് എൻഡോസർ. എൻഡോസറുടെ ലയബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. First one, by endorsing an instrument, the endorser gave an implied promise that the money will be paid to the endorsee when it is presented. അപ്പോൾ എൻഡോഴ്സ്മെന്റിലൂടെ എൻഡോസർ എൻഡോസിക്ക് കൊടുക്കുന്ന ഒരു ഇംപ്ലൈഡ് പ്രോമിസ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള amount എൻഡോസിക്ക് paid ചെയ്യും അല്ലെങ്കിൽ എൻഡോസിക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു ഇംപ്ലൈഡ് പ്രോമിസ് ആണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇംപ്ലൈഡ് പ്രോമിസിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് എൻഡോസറുടെ ലയബിലിറ്റി ആണ്. നെക്സ്റ്റ് വൺ, an endorser is liable to every subsequent holder in case of dishonor of the instrument. അപ്പോൾ എൻഡോസർ അയാളുടെ തൊട്ട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഹോൾഡറിനോട് എപ്പോഴും ലയബിലിറ്റി ഉള്ള ആളായിരിക്കും. മീൻസ് അത് ഡിസോണർ ആവുകയാണെങ്കിൽ അയാളുടെ ഡ്യൂട്ടിയാണ് അതിൻ്റെ ലയബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത്. Next, endorser is liable to compensate the subsequent holders for any loss or damage caused to them due to dishonor. Dishonor വഴി ഏതെങ്കിലും രീതിയിലുള്ള ലോസോ ഡാമേജോ സബ്സിക്വന്റ് ഹോൾഡർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഡാമേജിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതും എൻഡോസറുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ലയബിലിറ്റി ആണ്. Next one, the liability of endorser continues even after his death till the instrument is paid. In this case, legal heirs are responsible for payment. And liability of endorser എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞാൽ പോലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പേ ചെയ്യുന്നവരെ, എൻഡോഴ്സ്മെന്റ് ആ ഒരു ഇൻസ്ട്രുമെന്റ് പേ ചെയ്യുന്നവരെ അയാളുടെ ലയബിലിറ്റി ഉണ്ടാവും. അയാൾ മരിച്ചാലൊന്നും അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പം മരണത്തിന്റെ കേസിൽ അല്ലെങ്കിൽ ഡെത്തിന്റെ കേസിൽ അയാളുടെ ലീഗൽ ഹെയേഴ്സ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ പേയ്മെന്റ് നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ലീഗൽ ഹെയേഴ്സിനായിരിക്കും. Next one, the endorser can escape from his liability if it is a sans resource endorsement. Means നമ്മൾ ഓൾറെഡി പറഞ്ഞു ലയബിലിറ്റി അവോയ്ഡ് ചെയ്യുന്ന എൻഡോഴ്സ്മെന്റ് ആണ് സാൻസ് റിസോഴ്സ് എൻഡോഴ്സ്മെന്റ്. അപ്പോൾ എൻഡോഴ്സർക്ക് അയാളുടെ ലയബിലിറ്റിന്ന് എസ്കേപ്പ് ചെയ്യാൻ കഴിയും അയാൾ ചെയ്തിട്ടുള്ളത് സാൻ റിസോഴ്സ് എൻഡോഴ്സ്മെന്റ് ആണെങ്കിൽ. ലാസ്റ്റ് വൺ ആണ്, എ മൈനർ ക്യാൻ എൻഡോഴ്സ് ബട്ട് ഹി ഹാസ് നോ ലയബിലിറ്റി ഫോർ പേയ്മെന്റ്. അപ്പോൾ മൈനറുടെ കേസിൽ മൈനർക്ക് സ്പെഷ്യൽ ഒരു പ്രിവിലേജ് ഉണ്ട്. മൈനർക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ അദ്ദേഹത്തിന് എന്താണ് ലയബിലിറ്റി ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ പോലും മൈനർക്ക്
അതിന് പേരിൽ ലയബിലിറ്റീസ് വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് എൻഡോസറുടെ ലയബിലിറ്റീസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.